അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആർട്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് കുക്കിങ്ങൊന്നും അധികമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു റെസിപ്പിയുടെ ഇതും അതിൻ്റെ കൂടെ തന്നെ കുറച്ചിങ്ങനെ ഇവിടുത്തെ ഒരു ക്ലീനിങ്ങൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പുറത്തത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ചെടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 9 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മൂത്താൾ സ്കൂളിൽ പോയിട്ടുണ്ട്. സുലാപ്പി 2 ദിവസമായിട്ടോ പനിയും ഛർദിയൊക്കെ ആയിട്ട് പോവാണ്ട്. അപ്പോൾ അങ്ങനെ അവന്ന് പോവാത്ത കാരണം കൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ. ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ വേഗം ഇതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്തൂസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പി ഉള്ള കാരണം കൊണ്ട് പാത്തൂസ് ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ എടുക്കാൻ നിൽക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പണി അങ്ങോട്ട് നടക്കൂല. അപ്പോൾ ഇതാവുമ്പോൾ അവളങ്ങനെ കളിച്ചോളൂ. പിന്നെ നാളെ തൊട്ട് എന്തായാലും സുഡാപ്പിനെ സ്കൂളിലേക്ക് വിടണം. ഇപ്പോൾ ഇന്നൊരു ക്ഷീണമുള്ള കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ആൾ സത്യം പറയാമല്ലോ നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. വയ്യാണ്ടായപ്പോഴേക്കും നല്ല ക്ഷീണമായി, മുഖമൊക്കെ അങ്ങോട്ട് ആകെ കവളൊക്കെ അങ്ങോട്ട് ഒട്ടി പോയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് എന്താ പറയുക അതേപോലത്തെ ഇതായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ പൊതുവേ ആൾ ഭക്ഷണം കഴിക്കൽ കുറവായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കേട്ടോ. പാത്തൂസിനെ ആയാലും സുഡാപ്പീനെ ആയാലും വെള്ളം കുടിയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കേട്ടോ. പിന്നെ മൂത്താളാണ് വെള്ളം കുടി പിന്നും കുറവ്. സ്കൂളിലേക്ക് വെള്ളം കൊണ്ടുപോകില്ല കേട്ടോ. അവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ ഉണ്ട്, ഫിൽറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാറാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നൂലപ്പമായിരുന്നു ഉണ്ടാക്കിയത്, നൂലപ്പം നാളികേരപ്പാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നൂലപ്പം കുറച്ചിരിക്കുന്നുണ്ട്, പാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്കത് അപ്പം തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് കുടിക്കാനായിട്ട് ഇവിടെ അടിയായിരിക്കും കേട്ടോ. എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അടി കൂടുതലായിരിക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് മനഃപൂർവ്വം എന്നെ പാകത്തിനുള്ളതാക്കിയുള്ളൂ, കൂടുതലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ വെറുതെ കഴിച്ചാലും അത് വയറിന് നല്ലതല്ല കേട്ടോ. പിന്നെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ട് ഞാൻ അത് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വെയിലൊക്കെ ഉള്ള കാരണം കൊണ്ട് അധികം അങ്ങോട്ട് പുല്ലൊന്നും മുളച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ച് തുടങ്ങുമല്ലോ. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ഉണ്ടായ കാരണം വെള്ളം അധികം ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല ചെടിക്ക്. ഇനിയിപ്പോൾ എന്തായാലും വെള്ളം ആവശ്യമാകും. അപ്പോൾ നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് നിലത്തേക്ക് നനയുമ്പോൾ നല്ലപോലെ തന്നെ പുല്ലൊക്കെ ഇങ്ങനെ കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പുല്ലും ഇതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികം അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ എനിക്ക് കുറേ അങ്ങോട്ട് വൃത്തിയാക്കാൻ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്നെന്നും വിചാരിക്കുന്ന കാര്യം. ഒന്നാമത് മടി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. മടി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല എന്ന് അറിയാലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് കുക്കിങ്ങൊന്നും വേണ്ട, ചെറിയൊരു റെസിപ്പി എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് കാണിക്കാമല്ലോ വിചാരിച്ചു. പിന്നെ കുക്കിങ്ങിലാണ് കേട്ടോ എനിക്ക് വ്യൂസൊക്കെ വരുന്നത്, ബ്ലോഗിൽ അങ്ങനെ വ്യൂസൊന്നും വരുന്നില്ല. പിന്നെ സത്യം പറയാമല്ലോ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. കുക്കിങ്ങിനേക്കാൾ ഇഷ്ടം വ്ലോഗ് ചെയ്യാനാണ് കേട്ടോ താല്പര്യം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. പിന്നെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞ പോലെ പരസ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം കേട്ടോ കൂട്ടുകാരെ, എന്നാലും നമുക്കൊരു ഉപകാരമുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. എനിക്കത് പറയാനുള്ളൂ. ഇഷ്ടപ്പെടാണ്ട് ഞാനിപ്പോൾ നിർബന്ധിച്ച് ലൈക്ക് ചെയ്യിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ബ്ലോഗൊന്നും ഇടാത്ത കാരണം കൊണ്ട് എന്താ പറയണ്ടേന്നുള്ളൊരു ഇതില്ലാതിരിക്കട്ടെ. തുടർച്ചയായി ഞാൻ അങ്ങോട്ട് ബ്ലോഗ് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പറയാൻ കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടണമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച ചെടികളാണ് കേട്ടോ ഇത് അതിൻ്റെ ഇടയിലുള്ള കാരണം കൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല ചെടികൾ. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയപ്പോഴാണ് കേട്ടോ ഈ ചെടിയുടെ ഒരു ഭംഗി കാണാൻ തുടങ്ങിയത്. അങ്ങനെ അത് ഈ ഇടവിട്ട് അങ്ങനെ ഈ 2 ചെടികൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ചെടിയല്ല, 2 തരം ചെടി എന്നാണ് ഉദ്ദേശിച്ചത്.
വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ച് കൊടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടേക്ക് നല്ല വെയിൽ കിട്ടും കേട്ടോ. അവിടെ വെയിൽ കുറവാണ്, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വെയിൽ അധികമായിട്ട് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാനത് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവിടുത്തെ പുല്ല് പറിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് വരാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ചെടിച്ചട്ടിയിലത്തെ പുല്ലൊക്കെ പറിച്ച് ചെടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഈ കാണുന്നത് കണ്ടാവണം, ഞാൻ ചെമ്പരത്തി കുത്തി കൊടുത്തേക്കാണ് കേട്ടോ. അന്നൊരു വെള്ള പൂവുള്ളതൊക്കെ കുത്തി കൊടുത്തു, എൻ്റെ പഴയ വീഡിയോയിലുണ്ട്, അത് കണ്ടവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ മക്കളുടെ കളിയൊക്കെ ആയ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കലൊക്കെ ആയിട്ട് അത് മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്ത ചെടികളിലും കുറച്ചൊക്കെ ഒന്ന് ഉണക്കം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് ചെടികളൊക്കെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. മറ്റേത് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും, നമ്മൾ എന്താ പറയുക, വേഗം പണികളൊക്കെ തീർക്കും. പണികൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ കാണാനുണ്ട് കേട്ടോ. കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി ഞാൻ വേഗം പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കണ കാരണം കൊണ്ട് തന്നെ പിന്നെ നമുക്ക് മടി പിടിക്കും, വേറെ ഒന്നും ചെയ്യാൻ തോന്നൂല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നിട്ടാണ് മടി പിടിച്ചിട്ടാണ് ഈ പണികളൊക്കെ ഇങ്ങനെ ആയി കിടന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ പണി കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും ഞാൻ ചെടിയുടെ ഇടയിലേക്ക് കേട്ടോ. ഡെയിലി നേരം വെളുത്തതിന് ആദ്യം വരിക ചെടി എന്തായി, ഇന്ന് പൂ വിരിഞ്ഞോ, പൂ വിരിയാറായോ, മുട്ടിട്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഓടി വന്നതും കിച്ചൺ കയറി അവിടുത്തെ കാര്യങ്ങൾ നോക്കലാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നാളെ ഇനിയിപ്പോൾ വീഡിയോ ഇടണ്ടേ, എന്തായിരിക്കും ഇന്ന് എടുക്കുക, ഇന്ന് എന്താണ് എടുക്കേണ്ടത് വീഡിയോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലായിരിക്കും കേട്ടോ. ഇപ്പോൾ സാധാരണ ഞാനൊരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ എഴുതി വെക്കുകയാണ് കേട്ടോ. നാളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എന്തൊക്കെ പണികളുണ്ട്, ടൈമിങ് നോക്കിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൈമിങ് നോക്കുമ്പോൾ നമ്മുടെ പണികളൊക്കെ വേഗം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സമയത്ത് ഇന്ന പണിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പണിയെടുക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും കേട്ടോ. എന്താ വെച്ചാൽ പാത്ത് ദിവസം ഇങ്ങനെ പുറകെ നടക്കണ കാരണം കൊണ്ട് അങ്ങനെ വ്യത്യാസം വരും. പിന്നെ ഇപ്പോൾ സുഡാപ്പിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കായാലും വ്ളോഗ് ഇടാനാണ് ഇഷ്ടം, പക്ഷേ ഞാൻ തലവേദനയായിട്ട് 2-3 ദിവസം തലവേദനയൊക്കെ എടുത്തിട്ട് എനിക്കും അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങനെ പോയതായിരുന്നു. പക്ഷേ കുക്കിംഗ് വീഡിയോയിലാണ് കേട്ടോ വ്യൂസൊക്കെ നല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. അപ്പോൾ ആദ്യം ഞാൻ മറ്റൊരു വടിയും ഇങ്ങനെ കമ്പി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലകളൊക്കെ കൂടുതലുള്ളപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വാരി കൊണ്ടുവരാൻ നമുക്ക് സുഖം. പിന്നെ നമ്മൾ ചൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട, അതന്നെ മതിയാവും കേട്ടോ. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്ത് ചൂലും കൊണ്ടുകൊണ്ടൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ചെടികളുടെ ആ ഏരിയയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, മഞ്ഞൾ നടന്ന ആ ഒരു ടൈമും കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏത് മാസത്താണ് മഞ്ഞൾ നട്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് പറിച്ച് അന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അത് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കണം. അപ്പോൾ നാളത്തെ ഒരു വെയിലും കൂടി കൊണ്ടിട്ട് വേണം അതൊന്ന് പൊടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ നടന്ന ടൈമും കൂടി അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഞാനിത് മഞ്ഞൾ കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കട പറിച്ചെടുക്കുമല്ലോ, അപ്പോൾ ആ കടയിലൊക്കെ ഇങ്ങനെ വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു മാസം നോക്കിയിട്ട് നടാമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ടൈമൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കുത്തി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതേപോലെ തന്നെ ഇഞ്ചിയുടെ നോക്കിയില്ല. ഇഞ്ചി ഇപ്പോൾ ഞാൻ കുറച്ച് അന്ന് തൃശ്ശൂർ പോയപ്പോൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചതിൽ ഞാൻ കുറച്ചധികം മേടിച്ചിട്ട് ഇവിടെ കുത്തി കൊടുക്കുകയാണെന്ന് നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഇഞ്ചിയൊക്കെ അവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയുടെ ഒക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് മറന്നു പോകും കേട്ടോ. കുറേയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ റെസിപ്പി ഇതാണ് കേട്ടോ. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ മുരിങ്ങയില ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ല രീതിയിൽ കഴിക്കും കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അല്ല, ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ലേശം ചേർത്താൽ മതി കേട്ടോ, നമുക്ക് അധികമൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇതിൽ കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുരിങ്ങയില ഒന്ന് വാട്ടിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടല്ല, നമുക്കിത് ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും. ചട്ടി നിറഞ്ഞ് നിന്നാലും ഇങ്ങോട്ട് ഒന്ന് ആവി വരുമ്പോഴേക്ക് തന്നെ അതങ്ങോട്ട് ഒതുങ്ങി പോകട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇളക്കി വന്നപ്പോഴേക്ക് തന്നെ അത് ഒതുങ്ങി അങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നാളികേരവും പച്ചമുളകും കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു, കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ. ആ മുരിങ്ങ കഴുകിയപ്പോൾ ഉള്ളൊരു നനവുണ്ടല്ലോ, ആ ഒരു നനവിൽ മാത്രമാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്. അങ്ങനെ ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഈ റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി അതൊന്ന് കുക്കായി വരട്ടെ. അങ്ങനെ ഇപ്പോൾ മുരിങ്ങയിലേക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാതും കൂടി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ആ സൈഡിൽ കുറച്ച് എണ്ണ ഒന്ന് ഇതാക്കി കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി അങ്ങോട്ട് എല്ലാതും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും മുരിങ്ങയില കഴിക്കും കേട്ടോ. പിന്നെ മുരിങ്ങയിലയുടെ ഗുണങ്ങളും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനത് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ റെസിപ്പിയൊക്കെ ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരുമിച്ചൊന്ന് മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുരിങ്ങയിലയും കൂടി അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും കൂടിയുള്ള റെസിപ്പി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ അതുപോലെ നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ ഉള്ളിടത്താണെങ്കിൽ എരിവൊക്കെ കുറഞ്ഞിട്ട് 2 പച്ചമുളകൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ മുരിങ്ങയിലയും മുട്ടയായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സുഡാപ്പി പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളച്ചെമ്പരത്തി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിച്ചത്. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ എന്ന് പറയല്ലേ ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ കുക്കറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കുക്കർ എൻ്റെ ആകെ നാശമായി, വിസിലും പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഒരു പാത്രക്കാരൻ വരും, അപ്പോൾ അടവിനാണ് കേട്ടോ എടുക്കുന്നത് സാധനങ്ങളൊക്കെ. അപ്പോൾ അവരെ കയ്യിൽ നിന്നൊരു കുക്കർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കുക്കർ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു സമാധാനമായി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.